സാക്ഷാൽ വിഷ്ണുനാരായണനെയാണ് അമ്പാടിക്കണ്ണന്റെ രൂപത്തിൽ നീ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നത്. മുജ്ജന്മ സുഹൃതം. ആചാര്യരെ, ഈയുള്ളവൻ കോടി പുണ്യം ചെയ്തവനാണെന്ന് നാരദ മഹർഷി പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ സാധുവിന് നിത്യവും ഭഗവത് ദർശനം സാധ്യമാവുന്നുണ്ടല്ലോ. ഈശ്വരോ രക്ഷ. നീ പുണ്യവാനാണെന്ന് ദേവർഷി പറഞ്ഞതിൻ്റെ പൊരുൾ അതുമാത്രമല്ല. നിന്റെ ഭാര്യയായിരുന്ന കലാവതി എന്ന കീർത്തി പ്രസവിച്ച മകളാണ് രാധ, സന്ദേഹമില്ല. പക്ഷേ രാധ ആരാണെന്ന സത്യം നിന്നെ അറിയിക്കേണ്ട ദൗത്യം വിധാതാവ് നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദേവമാമുനി നാരദനാൽ രാധയെന്ന് നാമകരണം ചെയ്യപ്പെട്ട നിന്റെ മകൾ സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ അവതാരമാണ്. ആചാര്യരെ, അതേ വൃഷഭാനു, വിരാട് പുരുഷന്റെ അവതാര ഉദ്ദേശ്യങ്ങൾ പൂർണ്ണമാക്കാൻ ലക്ഷ്മി രാധയായി വന്ന് അവതരിച്ചിരിക്കുന്നു. രാധയുമൊത്ത് പ്രപഞ്ചലീലകളാടാൻ ഉണ്ണിക്കണ്ണൻ മാധവനായും വന്നിരിക്കുന്നു. ഇനി വൃന്ദാവനത്തിൽ രാധാമാധവ യുഗമായിരിക്കും. വൃഷഭാനു, ഈ രഹസ്യം നീ ആരോടും പറയരുത്. ഇല്ല. രാധ ആരാണെന്ന സത്യം നീ പലപ്പോഴും മറന്നുപോകും. ചില സന്ദർഭങ്ങളിൽ ഓർക്കുകയും ചെയ്യും. അതാണ് പ്രപഞ്ചമായ. അച്ഛാ, ഉറക്കത്തിൽ ഞാൻ കണ്ണനെ സ്വപ്നം കണ്ടു. ഓടക്കുഴൽ വിളിയും കേട്ടു. എന്താണച്ചാ ഇങ്ങനെ നോക്കുന്നത്? അച്ഛന് മോളെ എത്ര കണ്ടാലും മതി വരില്ല. മോള് അച്ഛൻ്റെ ജീവന്റെ ജീവനല്ലേ. അട്ടെ, സ്വപ്നത്തില് മോളോട് എന്തെങ്കിലും കണ്ണൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പറയണ്ടല്ലോ. പറയാനുള്ളതെല്ലാം കണ്ണന്റെ ചിരിയിലുണ്ടല്ലോ അച്ഛാ. കണ്ണൻ എവിടെ പോയതാ അച്ഛാ? കാലികളെ മേയ്ക്കാൻ പോയിരിക്കുക. എന്താ മോളെ? കണ്ണൻ വന്ന ദിവസം ഒന്ന് കണ്ടു. പിന്നെ കൂട്ടുകാരോടൊപ്പം ദൂരെ വെച്ചും കണ്ടു. കണ്ണനെ അടുത്തു നിന്നൊന്ന് കാണാൻ വല്ലാത്ത മോഹമുണ്ടച്ചാ. അതിനെന്താ, കാണാലോ. മോളെ കാണാനല്ലേ കണ്ണൻ വൃന്ദാവനത്തിലേക്ക് വന്നത് തന്നെ. എന്നിട്ടെന്താ കണ്ണൻ എന്നെ കാണാൻ വരാഞ്ഞത്? കളിക്കാനൊപ്പം കൂട്ടാഞ്ഞത്? അതിനൊക്കെ സമയമായി വരുന്നതല്ലേ ഉള്ളൂ. എല്ലാം നടക്കും. മോള് പോയിക്കോ. അച്ഛാ, ഞാൻ കണ്ണൻ്റെ അടുത്തേക്ക് പൊയ്ക്കോട്ടെ? ഇപ്പൊ പോണ്ട. സമയമാവുമ്പോ കണ്ണൻ വന്ന് വിളിക്കും. അപ്പൊ പോയാ മതി കേട്ടോ. കണ്ണൻ വന്ന് വിളിക്കോ? വിളിക്കും. വിളിക്കണമല്ലോ. വിളിച്ചിരിക്കും. പ്രദ്യോത, അറിഞ്ഞില്ലേ? നമ്മുടെ അമ്പകജന്മമെന്ന് നാം സംശയിക്കുന്ന അമ്പാടിയിലെ ഇടയബാലൻ ഭയന്നോടിയിരിക്കുകയാ. ഒറ്റയ്ക്കല്ല, അമ്പാടിവാസികൾ മുഴുവൻ. നന്ദഗോപരുടെ നേതൃത്വത്തിൽ അജ്ഞാത മായാവികളുടെ ശല്യം ഭയന്നൊരു പലായനം. നമ്മുടെ തന്ത്രം ഫലിച്ചു. ആരാണ് മായാവികളായ അസുരജാലത്തെ ഘോരരൂപികളായി അയക്കുന്നതെന്ന് ഇതുവരെ ഗോപന്മാർക്ക് മനസ്സിലായിട്ടില്ല. ഇനിയൊട്ടും മനസ്സിലാവുകയുമില്ല. ഇനിയാണ് നമ്മുടെ അസുരപ്പടയുടെ ആക്രമണത്തിന്റെ ഗാംഭീര്യം അവർ ശരിക്കും അറിയാൻ പോകുന്നത്. നമുക്കിന്നോളം നഷ്ടപ്പെട്ടത് മൂവർ, പൂതന, ശകടൻ, തൃണാവർത്തൻ. പക്ഷേ ആ ഗോപബാലനും കൂട്ടർക്കും നഷ്ടപ്പെട്ടതോ സ്വന്തം ദേശം, ജനിച്ചു വളർന്ന മണ്ണ്. കാളിന്തി തീരത്തെ വൃന്ദാവനമാണത്രേ പുതിയ വാസസ്ഥലം. നന്നായി. തുറസായ കാനനദേശം. നമ്മുടെ മനസ്സിൽ അതിപ്പോ യുദ്ധഭൂമിയാണ്.
ഘോരഭീകര രൂപികളായ അസുരമായാവികൾക്ക് ഗഗനമാർഗം പറന്നിറങ്ങാൻ പറ്റിയ ഒരു പടക്കളം. പ്രത്യുത ആജ്ഞാപിച്ചാലും പ്രഭു. ആരാവും അടുത്ത ഊഴത്തിന് അനുയോജ്യനായ ദൈത്യൻ? മഹാരാജൻ, ആ ഉണ്ണിയും കൂട്ടരും കാലികളെ മേച്ച് കാളിന്തി തീരത്ത് ചുറ്റിക്കറങ്ങാനാണ് സാധ്യത. ഗോക്കളുടെ സൈന്യത്തെ നയിക്കുന്ന സേനാപതിയാണ് അവനെന്നാണല്ലോ ശ്രുതി. ആ സേനാപതിയെ സൈന്യത്തിൽ ഒരുവനും വധിച്ചാലോ? തന്ത്രം അതിഗംഭീരം. ഭടൻ സേനാപതിയെ വധിക്കുക. പ്രത്യുത ഗോരൂപം ധരിച്ച് ഗോപാലബാലനെ വധിക്കാൻ അപ്പോൾ ആരാവും നന്ന്? കംസമഹാരാജൻ നീണാൾ വാഴട്ടെ. വത്സാസുര, വൃന്ദാവനത്തിലേക്ക് ചെന്നാലും കംസശത്രുവിനെ മാത്രമല്ല നിഗ്രഹിക്കാൻ പോകുന്നതെന്ന ഓർമ്മയുണ്ടാവണം മനസ്സിൽ. നിന്റെ സോദര തുല്യരായ അസുരശ്രേഷ്ഠന്മാരെ ആരെയൊക്കെ കൊന്നൊടുക്കിയെന്നറിയാമല്ലോ. അറിയാം. ആ മായാബാലൻ മണ്ണിൽ വീഴ്ത്തിയ അസുരരക്തത്തിന് കണക്ക് പറഞ്ഞ് തീർത്ത് അവന്റെ ജഡവുമായി അടിയൻ വരും. തിരുമുമ്പിൽ അത് കാഴ്ചവെക്കും. അനുഗ്രഹിച്ചാലും പ്രഭു. വിജയീ ഭവ. ബാലലീലകളാൽ മാലോകരുടെ മനം നിറച്ച ഭഗവാന് ഇനി അസുരനിഗ്രഹ ലീലയാടാൻ ഒരിര. നാരായണ.